ഇത് വളരെ വലിയ സംഭവമൊന്നുമല്ല, വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരു പിടി പച്ചരി ഉണ്ടെങ്കിൽ, ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ചെയ്യാവുന്ന കാര്യം. നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന കഷ്ടനഷ്ടങ്ങളെല്ലാം മാറ്റി അടുത്തൊരു വർഷക്കാലം വളരെ മനോഹരമായിട്ട് ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം വന്നു ചേരാൻ ഭക്തിയോട് ചെയ്യുന്ന ഈ ഒരു കർമ്മം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിലെ പ്രധാന കാര്യം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വിഷുക്കാലം കൂടി ആഗതമായിരിക്കുകയാണ്. വിഷുവിന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് കണി കാണുക എന്നുള്ള കാര്യമാണ്. കണി കാണാനുള്ള കണി വസ്തുക്കളൊക്കെ വെച്ച് രാവിലെ കണി കാണുന്നത് നമ്മുടെ കേരളീയമായ രീതിയിൽ ശുഭത്വങ്ങളെ വിളിച്ചോതുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നവരെല്ലാവരും കണി വയ്ക്കാറുണ്ട്, കണി കാണാറുണ്ട്. ഞാനിന്ന് വിഷുദിനത്തിൽ, അതായത് ഈ വർഷം മേടമാസം 2-ാം തീയതി ഏപ്രിൽ 15-ാം തീയതി രാവിലെ നിങ്ങളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലയളവ് വളരെ ഗുണപരമായിട്ട് മാറുന്നൊരു കാര്യമാണ് പറയുന്നത്. വിശേഷാലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ച ആളാകട്ടെ, നിങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് തരത്തിലുള്ള പ്രയാസങ്ങളാകട്ടെ, അതിൻ്റെയൊക്കെ കാഠിന്യം കുറച്ചു കൊണ്ടുവരാനും വലിയ വലിയ പ്രയാസങ്ങൾ വന്നു ചേരാനിരിക്കുന്നവർക്ക് അത് അകന്നു പോകാനും കുടുംബത്തിലെ ശ്രേയസ്സും ഐശ്വര്യവും എല്ലാം വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്. ഇത് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് സാധിക്കുന്നതാണ്, അല്ലാതെ ഇതൊരു മാജിക് ഒന്നുമല്ല. നിങ്ങളുടെ ഭക്തി, നിങ്ങൾ ജപിക്കുന്ന മന്ത്രത്തിന്റെ കഴിവ്, ഭഗവാന്റെ കാരുണ്യം, ഇത് മൂന്നും കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണനിൽ വിശ്വാസമുള്ള ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഫലം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, എന്ന് രാവിലെ ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അഡ്മിൻ അത് നോട്ട് ചെയ്ത് തന്നെ ഏൽപ്പിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തിനാണിത് പറയുന്നതെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ യൂട്യൂബ് നിങ്ങൾക്ക് ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എത്തിച്ചു തരുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ വിഷുക്കണി നമ്മൾ ഏപ്രിൽ 14-ാം തീയതി വൈകുന്നേരം ഒരുക്കി വയ്ക്കും. രാവിലെ കണി കാണും. ഇതാണല്ലോ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത്തവണ നമുക്ക് കണി വയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഒരു പിടി പച്ചരി എടുക്കണം, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലർത്തണം. അതായത് ഒരു പിടി പച്ചരി, അതിലോട് 2 ടീസ്പൂണിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വെക്കണം. ഇത് അക്ഷതം എന്നറിയപ്പെടും. ഇത് കണി വസ്തുക്കളുടെ മുന്നിലായിട്ട് നമുക്ക് വയ്ക്കാം. കണിയിലല്ല വെക്കേണ്ടത്, കണി വസ്തുക്കളുടെ സമീപത്തായിട്ട് നമുക്കിത് വയ്ക്കാം. അത് ഇടത്തായിപ്പോയോ വലത്തായിപ്പോയോ മുന്നിലായിപ്പോയോ എന്നുള്ളതില്ല. ഒരു പാത്രത്തിൽ, ഒരു പരന്ന പാത്രമോ അല്ലെങ്കിൽ ചെറിയ കിണ്ണം പോലെ ഇരിക്കുന്ന പാത്രമോ ഏതായാലും മതി, ഒരു ബൗളിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ വൈകുന്നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കണി ഒരുക്കി വെച്ചു. രാവിലെ കണി കാണാൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് പ്രധാനം. കണി കണ്ടു കഴിഞ്ഞതിന് ശേഷം ചിലർ കണി കാണുന്നത് കുളിച്ചുകൊണ്ടായിരിക്കും, ചിലർ കുളിക്കാതെ ആയിരിക്കും കണി കാണുക. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് കണി കണ്ട് തൊഴുക. കണി കണ്ട് തൊഴുതതിന് ശേഷം ശുദ്ധമായിട്ട് വന്ന്, അതായത് കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ട് ഈ മഞ്ഞൾ വലത് കൈയിലേക്ക് എടുക്കണം. ഈ ബൗളിൽ വെച്ചേക്കണം. ഇപ്പം വീട്ടിൽ ഒരു 5 പേരുണ്ടെന്ന് വെച്ചാലോ, ഒരു ബൗളിലിരിക്കണ ഒന്ന് മതി. അതിൽ നിന്ന് തന്നെ ഈ അക്ഷതമാക്കി വെച്ചിരിക്കുന്ന അരിയും മഞ്ഞളും കൂടെ ചേർന്നത് എടുക്കാം. വലത് കയ്യിൽ തന്നെ എടുക്കണം. വലത് കയ്യിലെടുത്ത് കൂപ്പി പിടിച്ച് ഇനി പറയുന്ന മന്ത്രം പറയണം. മന്ത്രം എങ്ങനെയാണ് ഞാൻ എഴുതി കാണിക്കാം. ഓം ഹ്രീം കൃഷ്ണായ വാസുദേവായ മുരളീ മനോഹരായ ശ്രീഹരേ മമാശേഷ ഋണമാശു വിമോചയ സർവസൗഭാഗ്യം വർധയ വർധയ പ്രണതോസ്മി ശ്രീകൃഷ്ണായ മഹാമതേ എന്ന് ജപിച്ചിട്ട് ഈ മഞ്ഞള് ആ കണി വസ്തുക്കളുടെ മുകളിലേക്ക് മെല്ലെ അർപ്പിക്കുക. അതായത് കണി വെച്ചിരിക്കുന്ന കണിയിലേക്ക് അർപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു തവണ ചെയ്താൽ മതി. ഇങ്ങനെ കുടുംബത്തിനകത്തുള്ള എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഒരു വർഷ കാലയളവ് നമ്മുടെ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കാനും ഭഗവാൻ കൃഷ്ണന്റെ ആ കാരുണ്യം നമ്മളിൽ ലയിച്ചിരിക്കാനും ഇത് കാരണമാകും. പക്ഷേ ഇത് ചെയ്യുന്നത് ഭക്തിയോടെ ആയിരിക്കണം. തലേ ദിവസം മത്സ്യമാംസാദികൾ കഴിച്ചിരിക്കരുത്. വിഷു ദിവസവും മത്സ്യമാംസാദികൾ കഴിക്കരുത് എന്നുള്ളതാണ്. ഭക്തി പുരസരം നമ്മളെ കൃഷ്ണനെ തന്നെ മനസ്സിൽ നനച്ച് ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷക്കാലയളവിൽ
നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇത് പാരമ്പര്യമായിട്ട് നമ്മുടെ തറവാടുകളിലെല്ലാം എല്ലാവരും ചെയ്തു പോയിരുന്നിരുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ മാസമുറയൊക്കെ ഉള്ള സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മറ്റൊരാൾ ഇവർക്ക് വേണ്ടി ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ മഞ്ഞൾ എടുത്തിട്ട് ഇതേ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് അവരുടെ പേരും നാളും കൂടി അവസാനം ജപിക്കുക. അതായത് ഞാൻ പറഞ്ഞുതരാം, മന്ത്രം ഒന്നുകൂടി എഴുതി കാണിക്കുക, അപ്പോഴും നിങ്ങൾക്ക് വ്യക്തമാവും അത്. ഓം ഹ്രീം കൃഷ്ണായ വാസുദേവായ മുരളീ മനോഹരായ ശ്രീഹരേ മമാശേഷ ഋണമാശി വിമോചയ സർവസൗഭാഗ്യം വർധയ വർധയ പ്രണതോസ്മി ശ്രീകൃഷ്ണായ മഹാമതേ. ഈ മന്ത്രം ജപിച്ചിട്ട് അപ്പോൾ ജപിച്ചിടാൻ പറ്റാത്ത കുട്ടിയുടെ പേര് ആതിരയാണെന്ന് വെച്ചോളൂ. ഉദാഹരണത്തിന് പറയാണ്, ആതിര ചോതി നക്ഷത്രം എന്ന് മനസ്സിൽ പറഞ്ഞ് ഇതങ്ങ് സമർപ്പിച്ചാൽ മതി. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ പേര് നാള് പറയണം. നമ്മുടേതാണെങ്കിൽ നമ്മൾ പേര് നാള് പറയേണ്ടതില്ല. ശ്രദ്ധിക്കണം. മറ്റൊരാൾക്ക് ഇപ്പം വിദേശത്തേക്ക് ഇന്ന ഒരാൾ, അയാൾക്കും ഇത് ജപിച്ചിടാൻ പറ്റുന്നില്ല, നമുക്കിങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാം. പിന്നെ കുറേ പേര് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള അരിയും മഞ്ഞളും കൂട്ടിക്കലർത്തി നേരത്തെ വെച്ചിക്കണം. മറ്റത് കുറച്ചേ ഉള്ളൂ എങ്കിൽ തികയില്ല. പിന്നെ ഒരുപാട് പേരാണ് നമുക്കുള്ളതെങ്കിൽ എല്ലാം നമ്മൾ കണിയുടെ മുകളിലേക്ക് ഇടണ്ട. കണിയുടെ മുന്നിൽ ഒരു പരന്ന പാത്രം വെച്ചിട്ട് അതിലേക്ക് അർച്ചിച്ചാലും മതിയാവും കേട്ടോ. ഈ സമയത്ത് ആ കണി വസ്തുക്കളിലെല്ലാം കൃഷ്ണ ചൈതന്യം വ്യാപരിച്ചിരിക്കും. ആ വ്യാപരിച്ചിരിക്കുന്ന ചൈതന്യത്തെ നമ്മൾ സ്വീകരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. നമ്മൾ ജപിച്ച് കഴിഞ്ഞതിന് ശേഷം കണി വസ്തുക്കളിൽ ഒന്ന് തൊട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് വെക്കണം. 2 കൈകളും കൊണ്ട് കണി വസ്തുക്കളിൽ തൊട്ടിട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് വെക്കണം. എങ്കിലേ പൂർത്തീകരിക്കുള്ളൂ. പക്ഷെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് കണ്ണിൽ വെക്കേണ്ടതില്ല കേട്ടോ. മറ്റൊരാൾക്ക് ഇപ്പോൾ നക്ഷത്രം പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ നമ്മൾ കണ്ണിൽ വെക്കേണ്ടതില്ല. അത് തൊഴുത് സമർപ്പിച്ചാൽ മതി. നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ തൊട്ട് കണ്ണുകളിലേക്ക് വെക്കണം. അപ്പോൾ വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇത് നിങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കും കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്കും അതിൻ്റെ നേട്ടം കിട്ടും. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. നമ്മൾ ഈ വിഷുദിനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പുണ്യത്തിനും കൂടെ വർധനവ് ഉണ്ടാക്കും എന്നുള്ള കാര്യം മറന്നു പോകണ്ട. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളിലേക്കോ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആക്കിയിട്ട് ഇത്തരം കാര്യങ്ങളെ പകർന്നു കൊടുക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.